ഇത് അല്ലാഹു നോക്കും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, നല്ലവരായി ജീവിക്കുന്നത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. അതൊന്നും ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത വിഷയം. അത് അല്ലാഹു തആല കണക്കാക്കിയ റിസ്ക് പോലെ വരും. കൊടുക്കേണ്ടവർക്ക് അല്ലാഹു കൊടുക്കും, തടയേണ്ടവർക്ക് അല്ലാഹു തടഞ്ഞു വെക്കും. നമ്മൾ ചെയ്യാൻ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുക. ഇതാണ് ഇവിടുത്തെ വിഷയം. ബോട്ടം ലൈൻ അതാണ്. നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞു, ഞാൻ അതുപോലെ ജീവിക്കുന്നു. വേറെ ഒരു ലാഭവും പ്രതീക്ഷിക്കേണ്ട. ചിലപ്പോ നേരത്തെ പറഞ്ഞ പോലെ നഷ്ടമായിരിക്കും ചിലപ്പോ ഒന്നിരിക്കുക. ദുന്യാവിൽ ആഖിറത്തിന്റെ വിഷയത്തിലല്ലേ, ദുന്യാവിൽ നഷ്ടമായി തോന്നിയേക്കാം, പക്ഷെ ആഖിറത്തിൽ റിബ്ഹൻ കസീറ, വലിയ ലാഭമാണ്. അല്ലാഹു നമുക്ക് മനക്കരുത്ത് നൽകട്ടെ. തവല്ലത അന്നി ദുനിയ വഖല്ലത ദാതു യദി യാ റസൂലല്ലാഹ്. നബിയെ, എന്നെ കാണുമ്പോൾ ദുന്യാവ് ഓടുക, എന്നെ കാണുമ്പോൾ ഓടുക. എന്റെ കയ്യിൽ ഒന്നുമില്ല നബിയെ. ആ സമയത്താണ് ഐന അൻത മിൻ സ്വലാത്തിൽ മലായിക വതസ്ബീഹിൽ ഖലായിഖ് വബിഹാ യുർസഖൂൻ. അല്ലാഹുവിന്റെ മാലാഖമാരുടെ പ്രാർത്ഥന നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അല്ലാഹുവിന്റെ സൃഷ്ടികളുടെ തസ്ബീഹും നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അതുകൊണ്ടാണല്ലോ അല്ലാഹു റിസ്ക് നൽകുന്നത്. വമാദാ യാ റസൂലല്ലാഹ്, എന്താണ് നബിയെ അത്? ഖുൽ, ഞാൻ പഠിപ്പിച്ചു തരാം ഈ പ്രാർത്ഥന, നിങ്ങൾക്ക് റിസ്ക് ലഭിക്കാനുള്ള പ്രാർത്ഥന. ഖുൽ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവേ നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു പടച്ചവനെ. അത് നമ്മുടെ നാവ് കൊണ്ട് പറയണം. പറയാൻ നാവ് തന്ന അല്ലാഹു, നമുക്ക് ചിന്തിക്കാൻ ബ്രെയിൻ തന്ന അല്ലാഹു, നമ്മുടെ നാവിനെ ചലിപ്പിക്കാനും സംസാരിക്കാനും കഴിവ് തന്ന അല്ലാഹു, ആ നാവ് കൊണ്ട് പറയാൻ പറ്റുന്ന വാക്കുകളിൽ ഏറ്റവും നല്ല വാക്കുകൾ അല്ലാഹുവിന്റെ കലാമും ഈ തസ്ബീഹും തഹ്മീദുകളുമാണ്. സുബ്ഹാനല്ലാഹ്, നീ പരിശുദ്ധനാണല്ലാഹ്. അത് നീ പറയ്, നാവ് കൊണ്ട് പറയ് സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം അസ്തഗ്ഫിറുല്ലാഹ്. ഇത് നിങ്ങൾ പറയണം 100 മറത്തിൻ, 100 പ്രാവശ്യം പറഞ്ഞേക്കണം. മാ ബൈന തുലൂഇൽ ഫജ്രി ഇലാ അൻ തുസല്ലിയ സുബ്ഹ, ഫജ്ർ സ്വാദിഖ് വെളിവായയിടം മുതൽ, ഫജ്റായത് മുതൽ സുബ്ഹ് നിസ്കരിക്കുന്നത് വരെ, സുബ്ഹ് നിസ്കാരത്തിന്റെ തൊട്ടു മുമ്പുള്ള സമയം നിങ്ങളിത് 100 പ്രാവശ്യം പറഞ്ഞാൽ പറയേണ്ടത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം അസ്തഗ്ഫിറുല്ലാഹ്. അതിന്റെ അർത്ഥം സുബ്ഹാനല്ലാഹ്, അല്ലാഹുവേ നിന്റെ പരിശുദ്ധി ഞാൻ വാഴ്ത്തി പറയുന്നു. വബിഹംദിഹി, നിനക്ക് ഞാൻ സ്തുതി പറയുന്നു. അല്ലാഹ്, എല്ലാ ഹംദും നിനക്കുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവേ നിന്റെ പരിശുദ്ധിയെ ഒരിക്കലൂടെ ഞാൻ വാഴ്ത്തുന്നു. റബ്ബേ അൽ അസീം, നീ എത്രയോ മഹോന്നതനാണല്ലോ അല്ലാഹുവേ. നീ അസീമാണ്, അസമത്തുള്ളവനാണ്. നിന്റെ മഹത്വം നിനക്കല്ലാതെ ഒരാൾക്കും അറിയാത്ത വിധം നീ അസീമാണല്ലോ റബ്ബേ. അസ്തഗ്ഫിറുല്ലാഹ്, നിന്നോട് ഞാൻ പാപമോചനം ചോദിക്കുന്നു അല്ലാഹ്. അസ്തഗ്ഫിറുല്ലാഹ്, ചെയ്തു പോയ തെറ്റുകളും ഞാൻ ഖേദിക്കുന്നു പടച്ചവനെ. അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവിനെ സുബ്ഹാനല്ലാഹ് പറയുകയും വബിഹംദിഹി അൽഹംദുലില്ലാഹി എന്ന് അല്ലാഹുവിന് ഹംദ് പറയുകയും ചെയ്തതിന്റെ ശേഷം അസ്തഗ്ഫിറുല്ലാഹ് ഇങ്ങനെ 100 പ്രാവശ്യം സുബ്ഹി ബാങ്കിന്റെ ഇടയിൽ സുബ്ഹി ബാങ്ക് കൊടുക്കുന്നതിന്റെ തൊട്ടു മുമ്പ് 100 തവണ ചൊല്ലിയാൽ നിങ്ങളുടെ മുമ്പിലേക്ക് ദുന്യാവ് വരും, പൈസ വരും. റാഹിമ, വേണ്ടാന്ന് വെച്ചാലും വരും. അതിന്റെ അർത്ഥം റാഹിമത്തൻ, ആവശ്യമില്ലല്ലോ എന്നാലും. സ്വാഗിറത്തൻ, വളരെ നിന്ദ്യമായ ഒരു അധ്വാനവും വേണ്ടാത്ത വിധത്തിൽ നിങ്ങളുടെ മുമ്പിൽ ദുന്യാവ് വരും. വയഖ്ലുഖുല്ലാഹു അസ്സ വജല്ല മിൻ കുല്ലി കലിമ, നിങ്ങൾ ചൊല്ലുന്ന ഓരോ വചനം കാരണം അല്ലാഹു ഒരു മലക്കിനെ നിങ്ങൾക്ക് വേണ്ടി തസ്ബീഹ് ചൊല്ലാൻ ഏൽപ്പിക്കുകയും ചെയ്യും. യുസബ്ബിഹുല്ലാഹ ഇലാ യൗമിൽ ഖിയാമഹ ലക സവാബു, നിങ്ങൾ ചൊല്ലുന്ന ഓരോ തവണ ദിക്റിനും ഒരു മാലാഖ അല്ലാഹുവിന് തസ്ബീഹ് ചൊല്ലുകയും ആ തസ്ബീഹിന്റെ പ്രതിഫലം നിങ്ങൾക്ക് അല്ലാഹു നൽകുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം മുസ്തഗ്ഫിരിയുടെ ദഅവാത്തിൽ ഉദ്ധരിച്ചു. അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് തരട്ടെ. ഇതിന്റെ വിഷയം എന്താ വെച്ചാൽ പൈസ കിട്ടണവരെ ചൊല്ലിത് നിർത്തിക്കളയും. അതാണ് പ്രശ്നം. ജോലി പോയടാ, ജോലി കിട്ടുന്നവരെ ചൊല്ലി പിന്നെ നിർത്തി, പിന്നെ വയ്ക്കല്ല. ജോലി കിട്ടിയല്ലോ, ഇനിയിപ്പോ എന്താ, നീ 1-ാം ക്ലാസ്സിന് വേണ്ട.